ഹലോ. ഹലോ. എന്താണ് ആവശ്യം? ഒന്നുമില്ലാന്നേ. എന്താ എനക്കൊരു ഉഷാറില്ലാത്ത? കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് വെറുതെ തോന്നണായിരിക്കും. അതൊന്നല്ല, ഉറക്കം എണ്ണിച്ചിട്ടുണ്ടാവുള്ളൂ അല്ലേ? എനിക്ക് എങ്ങനെ മനസ്സിലായി? എൻ്റെ സംസാരം കേൾക്കുമ്പോൾ അറിയാം. ഇന്നലെ പറഞ്ഞ പോലത്തെ കഥകൾ വല്ലതും ഉണ്ടോ എന്ന് പറയാൻ? ഇനി മേലെ അങ്ങനെയുള്ള കഥകൾ പറയില്ല കേട്ടോ. ഞാൻ പറയും, ഞാൻ പറയും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും മനുഷ്യന് പേടിപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളാണ് പറയണതല്ല. എനിക്ക് പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ സന്തോഷമുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞൂടെ? ഉറക്കവും വരില്ല മനുഷ്യൻ. സാധാരണ എല്ലാവരും കഥകൾ പറയണത് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇത് മനുഷ്യൻ്റെ ഉറക്കം കളഞ്ഞിട്ടേ അവിടെ ഇരുത്താൻ വേണ്ടിയിട്ട് പിടിച്ച്. അപ്പൊ പേടിയൊക്കെ ഉണ്ട്. എനിക്ക് പേടിയില്ലേ? എനിക്ക് പേടിയൊന്നുമില്ല, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ 2 ദിവസം എന്നെ വിളിക്കാണ്ടിരിക്കട്ടെ, എനിക്ക് പേടിയുണ്ടോ ഇല്ലയോ എന്നറിയാം. 2 ദിവസം വിളിക്കാണ്ടിരുന്ന പേടി ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം? അല്ല, ഇപ്പം 2 ദിവസം ഞാൻ വിളിക്കാണ്ടിരുന്നാൽ എനിക്ക് പേടി ഉണ്ടാവില്ലേ? പേടിയൊന്നും ഉണ്ടാവില്ല. പിന്നെന്താ ഉണ്ടാവുക? എനിക്ക് ദേഷ്യം വരും. ദേഷ്യം 2 ദിവസം ആകുമ്പോഴല്ലേ വാശിക്ക് ദേഷ്യം വരണേ? അത് 2 മാസമാണെങ്കിലോ? മിണ്ടത്തില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പൊ ഈ എന്താ മനസ്സിൽ കരുതാൻ പോണത്? വീട്ടിൽ പോകുന്നതിന്? അല്ല, വേണ്ടാത്തോണ്ടാ? അതൊന്നല്ലേ ഞാൻ പറഞ്ഞ, ഇഷ്ടമില്ലാത്തോണ്ടാണ്. എന്നാലും പേടിയൊന്നും ഉണ്ടാവില്ലല്ലേ? പേടിയൊന്നും എനിക്കില്ല. പേടിയില്ലാത്തോണ്ടല്ലേ വീട്ടിൽ പോണത്. അത് ചെറുതായിട്ടൊക്കെ ഉണ്ടാവും. എനിക്ക് പേടിയില്ല കേട്ടോ. അതെനിക്കറിയാം. രാത്രി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി മുളയെന്ന് പറയാൻ പറയും. ഞാൻ പോകത്തില്ല, എനിക്ക് പേടില്ല. ഇങ്ങനെ പറയുന്ന ആളാ. അതെ, എന്താ ചുമ്മാ പറയണതാ, പോവാൻ മടിയായിട്ട്. ആണോ ആവശ്യം? ഞാൻ എല്ലാം സമ്മതിച്ചു തരും. എൻ്റെ മുമ്പിലല്ലേ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വേണം. എന്ത്? വല്ലാണ്ടേ ഇനി പറഞ്ഞാലേ കൂടിപ്പോ. ഇല്ല, പിന്നെ ഞാൻ മിണ്ടത്തില്ല, വിളിക്കുകയില്ല. നിങ്ങൾ മിണ്ടേ വേണ്ട, വിളിക്കുകയും വേണ്ട, കാര്യം കഴിഞ്ഞില്ലേ? അതല്ല ആവശ്യം, ഒരു ചെറിയ സംശയം ഇപ്പോഴും ഉണ്ട്. എന്തുവാ? ഇന്നലെ ഈ പറഞ്ഞില്ലേ, എന്ത്? നിങ്ങൾ എന്നെ കാണാൻ വന്നിട്ട് കാണാതെ പേടിച്ച് തിരിച്ചു പോയെന്ന്. ഈ അപ്പം എന്തെടുക്കായിരുന്നു? ഞാൻ എന്തെടുക്കായിരുന്നു? ഞാൻ നോക്കുന്നില്ല. കുറെ കാലം കൊണ്ടുള്ള സംശയമായിരുന്നു അത്. ഞാൻ ഈ വരുന്ന സമയത്തൊക്കെ കാണാതെ പോകല്ലോ ചിലപ്പോൾ. അപ്പം ആ സമയത്ത് ഈ എന്താ എടുക്കണേ അവിടെ? എന്ത് പണിയിലായിരുന്നു? ഒരു പണി എടുത്തില്ല, കിടന്നുറങ്ങിയിരുന്നതാ. ഞാൻ വരുമ്പോൾ ഈ കയറി കിടന്ന് ഉറങ്ങില്ലേ? നല്ല ബുദ്ധിയാണ്. ഇപ്പോഴും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഞാൻ എപ്പം നാട്ടിലെത്തിയാലും എൻ്റെ ഉറക്കം കാണാം. എത്ര സമയം വേണമെങ്കിലും ഉറങ്ങിക്കോളൂ, ഒരു പ്രശ്നവും ഇല്ല. ആണ് ഞാൻ. ഇങ്ങനെ ഒരെണ്ണത്തിന് തന്നെ കിട്ടിയത് വലിയ ഭാഗ്യമാണ്. ഇതാകുമ്പോൾ വലിയ ശല്യമൊന്നുമില്ലല്ലോ, എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിക്കോളൂല്ലോ. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാറില്ല. എണ്ണീച്ചാലാണ് പ്രശ്നം. എന്തെങ്കിലും ചെറുത് മതിയെന്ന് നമുക്ക് പൊട്ടിക്കാൻ. അതിപ്പോൾ വലുതായിട്ട് തീ കത്തണമെന്നൊന്നുമില്ലല്ലോ. ഒന്ന് തുടങ്ങി കിട്ടിയാൽ മതി, ബാക്കി കാര്യം എൻ്റെ പൊന്നാര മോളായിട്ടു അല്ലേ? എനക്കിനി എന്താണ് പണി? എനിക്കൊരു പണിയൊന്നുമില്ല. പണിയൊന്നുമില്ലല്ലോ. അപ്പം ഇന്ന് രാത്രി വിളിച്ചിട്ട് കഥയൊന്നും പറഞ്ഞില്ല വെച്ച്? കഥ പറഞ്ഞിട്ടില്ല. നല്ല കഥ പറഞ്ഞു തന്നാൽ കുഴപ്പമില്ല, കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ളതാണെങ്കിൽ സൂപ്പറാണ്, പൊളിയാണ്. ഞാൻ കേൾക്കണ്ട. മിണ്ടൂല.